ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഹെയർ ബണ്ണ് എത്തിയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും ഇതിന് എത്രയാണ് വില എന്നും പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുശേഷം ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെൽവെറ്റ് ബണ്ണാണ്. അത് നമുക്ക് ഇങ്ങനെ ടാപ്പ് ഉണ്ടെങ്കിൽ 2.5 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ടാപ്പ് ഇല്ല എന്നാണെങ്കിൽ നമ്മളെ ഈ വിരലില്ലേ, ചൂണ്ട് വിരൽ, അതിൻ്റെ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അധികം കട്ടി കുറച്ച് കട്ട് ചെയ്യരുത്. കട്ടി കുറച്ച് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വലിഞ്ഞു പോകുന്ന പോലെയും നൂല് വലിയുന്ന പോലെയും ഒക്കെ കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ ഇത് കട്ടി കൂടിയാലും നല്ല വൃത്തിക്ക് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റണം സെയിൽ ചെയ്യുന്ന സമയത്ത്. ആ രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. ഏത് ബണ്ണാണെങ്കിലും നമ്മൾ പിശുക്ക് കാണിച്ച് കട്ട് ചെയ്യുമ്പോൾ അത് വൃത്തികേടായി പോവും. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ ഇതേപോലത്തെ ബണ്ണായി. ഇതിൻ്റെ റേറ്റ് സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിംഗ് മോളിലൊക്കെ പോയാൽ 18 രൂപ 20 രൂപയൊക്കെയാണ് കേട്ടോ. ഇനി ഞാൻ അവിടെ പോകുമ്പോൾ അതിൻ്റെ വില ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് അയച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ റീറ്റെയിലായിട്ട് പുറത്താണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിത് 10 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. ബാക്കിയെല്ലാം മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെയുള്ള ബിഗ് ബണ്ണാണ്. ഡബിൾ കളറായിട്ട് വരുന്നതാണ്. ഇത് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു വര കാണും. ആ ഒരു ലൈനിൽ നമ്മൾ കട്ട് ചെയ്താൽ മാത്രം മതി. അത്രയും സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. പിന്നെ വലിയ ബണ്ണായതുകൊണ്ടും ഡബിൾ കളറൊക്കെ വരുന്നതുകൊണ്ടും നല്ല ക്വാളിറ്റിയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വേണം കൊടുക്കാൻ. ഇതേ രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ നൂല് പൊന്തി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല മൂർച്ചയുള്ള സിസർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മൂർച്ച കുറഞ്ഞാലും വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ പിന്നെ വന്നിട്ടുള്ളത് ഇതേപോലത്തെ ബണ്ണുകളാണ്, ചെറിയ സൈസ് ബണ്ണുകൾ. ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ബണ്ണ് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ വിരലിൻ്റെ ഒരു വര കാണുന്നില്ല, ആ വരൻ്റെ അളവിലാണ് കട്ട് ചെയ്തത്. 1 ഇഞ്ച് അളവിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അധികം തിന്നായിട്ട് കട്ട് ചെയ്യരുത്, വലിഞ്ഞു പോവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ബണ്ണ് വാങ്ങിയിട്ട് ഒരാൾ ഇത് വലിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ കട്ട് ചെയ്യുന്ന വീഡിയോ കാണാതെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. വലിയ തിന്നാക്കി കട്ട് ചെയ്താൽ പിന്നെ അത് വലിഞ്ഞു പോവും. പറഞ്ഞിട്ട് കാര്യമില്ല. പിശുക്ക് കാണിക്കാതെ കുറച്ചുകൂടെ വീതിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു നൈലോൺ മോഡൽ ബണ്ണാണ്, വലിയ ബണ്ണാണ്. അത് നമുക്ക് പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു വിരലിൻ്റെ അത്രയും 2 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. വലിയ ബണ്ണുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള ബണ്ണുകളാണ് റീറ്റെയിലായി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ രീതിയിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഷോപ്പുകളിലായാലും 5 രൂപൻ്റെ ബണ്ണൊക്കെ 7 രൂപ ആയിട്ടുണ്ട്, ഫാൻസി ഷോപ്പിലൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യാൻ. ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ഉള്ളിലേക്കാക്കിയ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാം കേട്ടോ. ഇത് വലിഞ്ഞൊന്നും പോവില്ല, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അടുത്തതായി കാണിക്കാൻ പോകുന്നത് സോൺപാരിയാണ് കേട്ടോ. സോൺപാരിയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ഇഞ്ച് അളവിൽ കട്ട് ചെയ്യാം. ഇതൊക്കെ നല്ല റേറ്റുള്ള ബണ്ണുകൾ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ളതിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി സോൺപാരി എന്നൊക്കെ.
ഒന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ അതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് ഏകദേശം റീറ്റെയിലായി കൊടുക്കുന്ന സമയത്ത് എത്രയൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയോ മെറ്റീരിയൽസാണ് എത്തിയിട്ടുള്ളത്, ഇത്രയോ മോഡൽസാണ് ഉള്ളത്. അപ്പോൾ ഈ എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ട് 1/2 കിലോന് 350 രൂപയാണ് കേട്ടോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ലിമിറ്റഡ് സ്റ്റോക്കാണ്, പെട്ടെന്ന് മെസ്സേജ് അയക്കണം. പിന്നെ കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയും കേട്ടോ എത്താൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്